ഞാൻ ഒരു സാക്ഷ്യം പറഞ്ഞതിന് മുമ്പ് എത്ര പേര് ബൈബിൾ കൊടുക്കുന്നുണ്ട്? ബൈബിൾ ഞാനൊരു വാക്യം ഒന്ന് പറയാം, നമ്മളെല്ലാവരും ആ വാക്യം ഒന്ന് ചേർന്ന് വായിക്കാൻ പോകും. സദർശയ പുസ്തകം 19-ാം അധ്യായം 21-ാം വാക്യം. ബൈബിൾ കൊണ്ടുവന്ന എല്ലാവരും അതൊന്ന് എടുത്തൊന്ന് ഒന്നിച്ചൊന്ന് വായിക്കണം. സദർശയ 19-21 വായിക്കാം. എടുത്തോ എല്ലാവരും? ഓക്കെ, നമുക്കൊന്ന് വായിക്കാം. മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട്, യഹോവയുടെ ആലോചനയോ. ഒന്നുകൂടെ ഉറക്കെ എല്ലാവരും ഒന്ന് പറഞ്ഞേ. ആമേൻ. മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട്, എന്നാൽ യഹോവയുടെ ആലോചന നിവൃത്തിയാവും. ഞാൻ ഇന്ന് സാക്ഷ്യം പറയുമ്പോൾ എന്നെപ്പറ്റി വിചാരിച്ച പല വ്യക്തികൾ ഈ ഭൂമിയിലുണ്ട്. അതായത് എൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട്. പക്ഷേ ദൈവത്തിൻ്റെ ആലോചന എൻ്റെ ജീവിതത്തിൽ നിറവായതുകൊണ്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പായി ഇങ്ങനെ നിൽക്കുന്നത്. ഹല്ലേലൂയ. എനിക്ക് പരിചയമുള്ള ഒത്തിരി മുഖങ്ങൾ ഇതിനകത്തുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ എൻ്റെ സാക്ഷ്യം മുൻപ് കേട്ടിട്ടുണ്ടാവാം. ഒരുപക്ഷെ ആവർത്തന വിരസത നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത അടുത്ത സാക്ഷ്യം എനിക്ക് അതുപോലെ പറഞ്ഞാലെല്ലാം പറ്റും. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഈ സാക്ഷ്യത്തിലൂടെ ദൈവം നിങ്ങളെ തൊടും. ഹല്ലേലൂയ. ഞാനൊരു പാസ്റ്റർ മകനായിട്ടാണ് ജനിച്ചത്. എൻ്റെ പപ്പ ഒരു സ്ത്രീകര ശുശ്രൂഷകനാണ്. ശാരം ഫെലോഷിപ്പ് ചർച്ചിലെ ഒരു സ്ത്രീകര ശുശ്രൂഷകനാണ്. ഞങ്ങൾ 4 മക്കളാണ്. അതേ ഏറ്റവും ഇളയ പയ്യനായിട്ടാണ് ഞാൻ ജനിച്ചത്. ഇപ്പോൾ ഞാൻ സാക്ഷ്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ എൻ്റെ മുഖത്ത് ഒരു ചെറിയ പാട് കാണാം അല്ലേ? കാണാൻ പറ്റുന്നുണ്ടോ? ഒരു ചെറിയ പാട് കാണാം അല്ലേ? ഓക്കെ. പക്ഷെ ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ എനിക്കിങ്ങനൊരു മുഖമൊന്നും അല്ലായിരുന്നു. എല്ലാ മാതാപിതാക്കൾക്കും അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ പേരൻസിന് സന്തോഷമൊന്നും ഉണ്ടായില്ല. ഞാൻ ജനിക്കുന്നതിന് കുറച്ച് ദിവസം, അതായത് ഹോസ്പിറ്റലിൽ മമ്മി അഡ്മിറ്റ് ആവുന്നതിന് 2-3 ദിവസം മുമ്പ് വൈകിയ സമയത്ത് മമ്മി ഇങ്ങനെ ബൈബിൾ വായിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യം മമ്മിയോട് ദൈവം ഇങ്ങനെ സംസാരിച്ചു. അതിങ്ങനെയാണ് പറയുന്നത്: അവർ പണിക, മറ്റൊരുത്തൻ പാർക്ക എന്ന് വരികയില്ല. അവർ നടുക, മറ്റൊരുത്തൻ തിന്നുക എന്ന് വരികയില്ല. എൻ്റെ ജനത്തിൻ്റെ ആയുസ് വൃക്ഷത്തിൻ്റെ ആയുസ് പോലെയാകും. അതിന് താഴോട്ട്: അവർ വൃദ്ധ അധ്വാനിക്കുകയില്ല, ആപത്തിനായിട്ട് പ്രസവിക്കുകയുമില്ല. അവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവർ സന്തതിയല്ലോ. ഈ വാക്യം ഇങ്ങനെ മമ്മിയോട് ഇടപെട്ടുകൊണ്ടിരുന്നു. അപ്പം മമ്മി ജനിച്ചത് എന്താ കർത്താവ് ഇങ്ങനെ ഇടപെടുന്നത്? ഡെലിവറിക്ക് കുറച്ച് ദിവസമേ ഉള്ളൂ. പക്ഷേ ഞാൻ ജനിച്ചതിന് ശേഷമാണ് എൻ്റെ മമ്മിക്ക് മനസ്സിലായത് എന്തുകൊണ്ട് ദൈവം മുൻകൂട്ടി വാക്യങ്ങൾ ദൈവം മമ്മിയോട് സംസാരിച്ചത്. മമ്മി അത് ബലപ്പെടുത്തുമായിരുന്നു. ആമേൻ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ജനിച്ചപ്പോൾ ഇങ്ങനൊരു മുഖം എനിക്കില്ലായിരുന്നു. ഞാൻ സാധാരണ എൻ്റെ ടെസ്റ്റിമണിയൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോസൊക്കെ കാണിക്കാറുണ്ട്. എങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ഇത് മനസ്സിലാവും. എനിക്ക് എത്ര പേർക്ക് ബാക്കിലോട്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയിട്ടില്ല. കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ജനിച്ച സമയത്ത് ഇങ്ങനെയായിരുന്നു എൻ്റെ മുഖം ഇരുന്നത്. അതായത് പുറമേ നിന്ന് നോക്കുന്ന ഒരു മനുഷ്യന് എൻ്റെ ഇവിടെ എല്ലാം ഓപ്പണായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പുറമെ ആര് നോക്കിയാലും എനിക്ക് തൊണ്ടയുടെ ഭാഗം വരെ കാണുവാൻ കഴിയും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചത്. ജനിച്ച് അരമണിക്കൂറിനകത്ത് തന്നെ എന്നെ മമ്മിയെ പോലും കാണിക്കാതെ ഡോക്ടേഴ്സ് പറഞ്ഞു എത്രയും പെട്ടെന്ന് നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ അത് ഒരു ഭാവിക്കുന്ന പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ എൻ്റെ പേരൻസിനോട് പറയുകയും എൻ്റെ പപ്പ സഭയിലുള്ള വിശ്വാസികളെയും കൂട്ടി എൻ്റെ മാതാവിനെ പോലും കാണിക്കാതെ തിരുവനന്തപുരത്തുള്ള SUT എന്ന് പറയുന്ന ഹോസ്പിറ്റലിലേക്ക് എന്നെ വേഗം കൊണ്ടുപോയി. പക്ഷേ അവിടെ ചെന്നതിന് ശേഷം ഞാൻ 88-ലാണ് ജനിക്കുന്നത്. ആ സമയത്ത് മെഡിക്കൽ ടെക്നോളജി ഒന്നും വലിയ ഡെവലപ്പൊന്നുമല്ല. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇപ്പോൾ നമുക്കൊന്നും ഇതിന് ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങൾ ഭവനത്തിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. എൻ്റെ പിതാവ് അവരെല്ലാം വളരെ നിരാശയോട് കൂടി എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ച് മടങ്ങി വന്നു. എന്നെ ഭവനത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം, ഞാൻ കടനാടാണ് ജനിച്ചത്. ഭവനത്തിൽ വന്നതിന് ശേഷം അവിടെ എല്ലാം ഒരു വലിയ വാർത്തയെന്ന് പരന്നു: പാസ്റ്റർ ഫിലിപ്പിൻ്റെ വീട്ടിൽ ഒരു അത്ഭുത ജീവി ജനിച്ചു. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചോ? പാസ്റ്റർ ഫിലിപ്പിൻ്റെ വീട്ടിൽ ഒരു അത്ഭുത ജീവി ജനിച്ചു. ഈ അത്ഭുത ജീവിയെ കാണാൻ വേണ്ടി ആ ദേശത്തുള്ള എല്ലാവരും ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരാൻ തുടങ്ങി. പലരും വന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ട് പോയവരുണ്ട്, പലരും ബലപ്പെടുത്തിയവരുണ്ട്, എന്നാൽ ചിരിച്ചിട്ട് പോയവരുണ്ട്, മനസ്സിൽ വെറുതെടുത്ത് പോയവരുണ്ട്. എന്തും കൊണ്ടൊരു ദേവദാസിൻ്റെ ഭവനത്തിൽ ഇങ്ങനൊരു കുഞ്ഞുണ്ടായി എന്നൊക്കെ ചോദിച്ചവരൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ഉറപ്പോടെ വരട്ടെ,
ഞാൻ ഏത് ദേശത്ത് നിന്ദിക്കപ്പെട്ടു ആ ദേശത്തൂടെ കർത്താവിനെ തരംഗം വരുന്നു ഓടിക്കുന്നു. ഹല്ലേലൂയ. അവൻ്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അതിനുശേഷം കുറേ നാൾക്ക് ശേഷം ഇമ്മീഡിയറ്റായിട്ട് 2 സർജറി ചെയ്യേണ്ടി വന്നു. പക്ഷെ അത് 2 ഫെയിലായിപ്പോയി. അതിനുശേഷം ഓരോ ഘട്ടമായി ഓരോ ഏജ് വെച്ച് എൻ്റെ ജീവിതത്തിൽ സർജറി നടക്കേണ്ടി വന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പായി ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ 10ഓളം മേജർ മൈനർ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം 10 ഓപ്പറേഷൻ ഇങ്ങനെ കഴിയുന്നൊക്കെ പറഞ്ഞു വിടാൻ എളുപ്പമാണ്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച വേദനകൾ ഒത്തിരി ഉണ്ടായിരുന്നു. ശാരീരികമായി മാനസികമായി ഒക്കെ ഒരുപാട് വേദനയിൽ കൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അതിലുപരി എൻ്റെ മാതാപിതാക്കൾ എന്നെക്കൊണ്ട് വേദനിച്ച സമയങ്ങളുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ജനിച്ച ആ നിമിഷങ്ങൾ ഒരു കുഞ്ഞിന് ഏറ്റവും വേണ്ടത് മുലപ്പാലാണല്ലേ. പക്ഷേ എനിക്ക് അതൊന്നും എൻ്റെ അമ്മയിൽ നിന്നും അത് വലിച്ചു പിടിക്കാനൊന്നും പറ്റില്ല. കാരണം എനിക്ക് ഇവിടെ അതിനൊന്നും ചെറിയൊന്നുമില്ല. ആ സമയത്തൊക്കെ എൻ്റെ പേരൻസ് ഒരുപാട് കഷ്ടപ്പെട്ടു. അവർ പില്ലറിനകത്ത് ഇങ്ങനെ അകത്തോട്ട് വെച്ച് ഫീഡ് ചെയ്യുമായിരുന്നു. പലപ്പോഴും അത് ഇതിൻ്റെ മേൽവശത്ത് കൊള്ളുകയൊക്കെ ചെയ്യുമ്പോൾ ബ്ലഡ് വരികയും അങ്ങനെ ഒരുപാട് കഷ്ടതയിലൂടെ എൻ്റെ മാതാപിതാക്കൾ എന്നെ കൊണ്ടുപോയി. മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കാൻ പറ്റത്തില്ല. അവർ തന്നെ ടേക്ക് കെയർ ചെയ്യേണ്ട അവസ്ഥ. കാരണം ഇൻഫെക്ഷൻ വരും. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളോട് എൻ്റെ മാതാപിതാക്കൾ എന്നെ വളർത്തിക്കൊണ്ട് വന്നു. പക്ഷേ ഇന്നെനിക്ക് അതെല്ലാം ഓർക്കുമ്പോൾ ദൈവത്തെ ഒത്തിരി സ്തുതിക്കാനുണ്ട്. ഞാൻ ഇതൊക്കെ പറഞ്ഞത് നിങ്ങളുടെ മുമ്പായി ഇങ്ങനെ ഇതൊക്കെ പറയുമ്പോൾ ജോബൻ എന്തോ വലിയ സംഭവം ഞാൻ പറയുമല്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്യമുണ്ട്. വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ സകല ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ട്. ഹല്ലേലൂയ. ഇന്നൊരു പക്ഷേ നിങ്ങൾ ഇതിനകത്ത് നിരാശയുടെ പ്രയാസത്തോടൊക്കെ ആയിരിക്കും നിങ്ങൾ ഇതിനകത്ത് വന്നിരിക്കുന്നത്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ല, കുറേ സർജറി നടന്നു. എൻ്റെ മൂക്ക് എല്ലാവരുടെയും കൂട്ടുള്ള മൂക്കല്ലായിരുന്നു, വളരെ പതിഞ്ഞൊരവസ്ഥയിലായിരുന്നു എൻ്റെ മൂക്കിരുന്നത്. എൻ്റെ സ്കൂൾ ലൈഫൊക്കെ ഒത്തിരി പ്രയാസമായിരുന്നു ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതുകൊണ്ട്. ഞാൻ സ്കൂളിൽ സ്ഥിരം ചെല്ലുമ്പോൾ രാവിലെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പഴഞ്ചലുണ്ട്, മൂക്കില്ല രാജ്യത്ത് മുറമുക്കിൽ രാജാവ് വരുന്നു. കേട്ടോ? ഈ പഴഞ്ചലൊക്കെ ഞാൻ സ്ഥിരം സ്കൂളിൽ ചെല്ലുമ്പോൾ കേൾക്കാറുണ്ടായിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി പ്രയാസം വരാറുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ മിണ്ടാതിരിക്കും. ഇൻ്റർവെൽ ടൈമിൽ ഞാൻ സ്കൂളിൻ്റെ ഏതൊരു മൂലയ്ക്ക് പോയിരുന്നിട്ട് ഞാൻ ദൈവത്തോട് ചോദിക്കും, ദൈവമേ എന്തിനായി ഭൂമിയിൽ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത്? ഞാൻ ദൈവത്തോട് ഇങ്ങനെ പരാതി പറയുമായിരുന്നു. ആ കുഞ്ഞു മനസ്സിൽ ആ സമയത്ത് എനിക്ക് ഇതൊക്കെ വലിയ പ്രയാസമായിരുന്നു. എനിക്ക് എല്ലാ വർഷവും ഒരു പേഴ്സണൽ ഡയറി ഉണ്ട്. ആ ഡയറി ഒക്ടോബർ 11 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ആ ഒക്ടോബർ 11 എന്ന് പറയുന്ന ഡേറ്റ് ഓഫ് ബർത്തിൽ ആ പേജിനകത്ത് എൻ്റെ നെഗറ്റീവ് മുഴുവൻ ഞാൻ അതിനകത്ത് എഴുതുമായിരുന്നു. എനിക്ക് എന്നെ ഇഷ്ടമല്ല, എന്നെ ആരും കളിക്കാൻ കൂട്ടുന്നില്ല. കാരണം ഞാൻ ഇങ്ങനെയൊക്കെ ആയിട്ട് ചിലരൊക്കെ എന്നെ അകറ്റി നിർത്തുമായിരുന്നു. അങ്ങനെയുള്ള പരാതികൾ മുഴുവൻ ഞാൻ ഈ പേജിനകത്ത് എഴുതി വെക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ ഈ പേജ് കീറി കളയുമായിരുന്നു. അങ്ങനെ ഒരു നെഗറ്റീവ് ഒരിത് എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ആമേൻ. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും ഓരോ വർഷം കഴിയുന്തോറും കർത്താവിനെ പഠിപ്പിക്കാൻ തുടങ്ങി, നിന്നെ എന്തിനീ ഭൂമിയിലാക്കി വെച്ചെന്നുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇന്ന് അനേക സ്റ്റേജുകളിൽ കർത്താവിൻ്റെ സാക്ഷ്യമായി ഇങ്ങനെ നിൽപ്പാൻ ദൈവം എനിക്ക് കൃപ തന്നത്. ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം നിങ്ങൾ ഭൂമി വെറുതെ ജനിച്ചതാണ്. ആമേൻ. അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇവരിവിടെ മുമ്പേ പറഞ്ഞു, ദേവാസന്മാർ പറഞ്ഞു, ഇത് യൂസിന് വേണ്ടിയുള്ള മീറ്റിംഗ് ആണ് അല്ലേ. ഇവിടെ ഒത്തിരി യുവജനങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നിങ്ങൾ വെറുതെ ഈ ഭൂമിയിൽ ജനിച്ചതാ, അല്ലെങ്കിൽ ഈ വീട്ടിൽ ജനിച്ചത് നിങ്ങൾ വെറുതെ ആണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും അല്ല കേട്ടോ. കർത്താവിന് നിങ്ങളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. അത് എത്ര പേര് വിശ്വസിക്കുന്നു? ആമേൻ. എൻ്റെ ഈ മേൽത്താടി ഈ ലോവർ ജോ, അപ്പർ ജോ, ലോവർ ജോ തമ്മിൽ 9 മില്ലിമീറ്റർ വ്യത്യാസം ഉണ്ടായിരുന്നു. അതൊക്കെ കട്ട് ചെയ്ത് ഇവിടെ എല്ലാം കട്ട് ചെയ്തിട്ടാണ് നിങ്ങളുടെ കോട്ടിങ് ഇപ്പോൾ ഷേപ്പൊക്കെ ആക്കി എടുത്തത്. ആ സമയത്തൊക്കെ എനിക്കിവിടെ ഒന്നും സെൻസേഷൻ ഒന്നുമില്ല. പലപ്പോഴും ആഹാരം കഴിക്കുമ്പോൾ വായിക്കകത്ത് ബ്ലഡിൻ്റെ ചുവ വരും. അതായത് ഈ ചെറിയൊക്കെ കടിച്ച് പൊട്ടി ചോര വരുമ്പോഴാണ് ഞാൻ ഇതൊക്കെ അറിയുന്നത്. പലപ്പോഴും ചിരിക്കാൻ കഴിയത്തില്ല. മസിൽസൊക്കെ വളരെ സ്റ്റിഫായിട്ടിരിക്കും. മുമ്പ് ശിവപാസ് പറഞ്ഞ പോലെ ചിരിക്കാൻ മറക്കുന്ന ഒരു ജനറേഷൻ. ഞാൻ എപ്പോഴും സാക്ഷി പറയുമ്പോൾ പറയും, നമുക്ക് ദൈവം സന്തോഷിക്കാൻ അവസരം തരുമ്പോൾ നമ്മൾ സന്തോഷിക്കണം. പഠിച്ചിരിക്കുന്ന ആൾക്ക് കൈകിട്ട് പറഞ്ഞ് സന്തോഷിക്കാൻ അവസരം കിട്ടുമ്പോൾ നമ്മൾ സന്തോഷിക്കണം. പാസ്റ്റർ പറഞ്ഞ സത്യം. പല സഭകളിലും പല വിശ്വാസികളും അല്ലേ കണ്ടാൽ ചിരിക്കത്തുമില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞ് എപ്പോഴും ചിരിച്ചു നടക്കണമെന്നല്ല, അത് വേറെ പ്രശ്നമായിട്ട് മാറും. അതല്ല പറഞ്ഞത്. പക്ഷെ നമുക്ക് സന്തോഷിക്കാൻ ദൈവം അവസരം തരുമ്പോൾ നമ്മൾ സന്തോഷിക്കണം. ഞാൻ എളുപ്പം സമയം പോയില്ല, ഞാൻ എളുപ്പം മടങ്ങി വരട്ടെ. അങ്ങനെ കുറേ അധികം കഷ്ടതയിലൂടെ കർത്താവിനെ കടത്തി വിട്ടു.
ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പായി ഇങ്ങനെ കാര്യം പറയുന്നത് മറ്റൊരു അത്ഭുതമാണ്. നമുക്കെല്ലാം ദൈവം ഈ തൊണ്ടയുടെ ഭാഗത്ത് ലിവിയുള്ള എന്ന് പറയുന്ന ഒരു അവയവം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ സൗണ്ടിനെ ഷേപ്പ് ചെയ്യാൻ, നമുക്ക് പാട്ട് പാടാൻ, നമുക്ക് സംസാരിക്കുമ്പോഴൊക്കെ അത് വൈബ്രേറ്റ് ചെയ്താണ് വളരെ വ്യക്തമായി നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത്. ഞാനിന്ന് നിങ്ങളുടെ മുമ്പാകെ ഇത്രയും കാര്യം പറയുകയും വോയിസ് പാടുമ്പോൾ പാഴ്സൊക്കെ സെക്കൻഡ്സൊക്കെ പാടുകയൊക്കെ ചെയ്യുന്നത് എനിക്ക് ഈ ഒരു അവയവം ഇല്ല. ഈ ഒരു അവയവം ഇല്ലാതെ ഞാൻ ഇങ്ങനെ പാടുന്നത്. ഞാൻ പറഞ്ഞത് വലിയ പൊങ്ങച്ചം പറയുമല്ല. ദൈവത്തെ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ, അല്ലെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോന്നും തരുമ്പോൾ നമുക്ക് അതിൻ്റെ വില മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ കുഴപ്പമുണ്ടോ? ഒരുപക്ഷെ നിങ്ങളുടെ മൈക്കിൽ ചെന്നാൽ ഇതിന് വലിയ സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ കാണും, എനിക്കറിയാം. എങ്കിലും ഇതുപോലെ ഒത്തിരി പ്രയാസത്തിലൂടെ കടന്നു വന്ന കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ എനിക്ക് ഇത്രയും മനോഹരമായി കാര്യങ്ങൾ പറയുവാനും പാട്ട് പാടാനൊക്കെ എൻ്റെ ദൈവം എനിക്ക് കൃപ തന്നു. അമ്മേ, എൻ്റെ കുഞ്ഞു പ്രായത്തിൽ എന്നെ അറിയാവുന്നവർക്കറിയാം, ഞാൻ കാര്യം പലർക്കും മനസ്സിലാവത്തില്ലായിരുന്നു. എൻ്റെ നാക്കിന് തടിപ്പുണ്ടായിരുന്നു, പറയുന്ന പല ഭാഷകളും മനസ്സിലാവത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ ഒരിക്കലും ബാക്കിലോട്ട് വലിഞ്ഞിരിക്കില്ലായിരുന്നു. ഞാൻ ചർച്ചിൻ്റെ ടാലൻറ്റ് ടെസ്റ്റൊക്കെ വരുമ്പോൾ ഞാൻ മത്സരത്തിനൊക്കെ കേൾക്കും. എനിക്കറിയാവുന്നവരൊക്കെ ഞാൻ പാടാൻ കയറുമായിരുന്നു. സമ്മാനങ്ങളൊക്കെ ദൈവം തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ദൈവത്തിന് വേണ്ടി നമ്മൾ എന്ത് ബെസ്റ്റായിട്ട് ചെയ്യുന്നോ നമ്മുടെ ജീവിതത്തിൽ ദൈവം തിരിച്ച് ബെസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യും. കാരണം ഇവിടെ ഇരിക്കുന്ന യുവജനങ്ങളോട് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ചിലപ്പോൾ പാടാൻ കഴിവ് കാണും, പ്രസംഗിക്കാൻ കഴിവ് കാണും. ചിലർ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഒരു കഴിവുമില്ല എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ദൈവം ഒരു വരം തന്നിട്ടുണ്ട്. പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ചേഞ്ച് ചെയ്യുന്ന ഒരു സംഭവമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റിമറിക്കുന്ന ഒരു സംഭവമാണ്. ഹല്ലേലൂയ. ഞാനിത് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഒരു കേവലം ആരും അറിയപ്പെടാതെ കിടവേണ്ടെന്ന് പറയുന്ന സ്ഥലത്ത് 4 മുറികൾ ഒതുങ്ങിക്കഴിഞ്ഞ ഒരു സമയം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ദൈവം എന്നെ പുറത്തെടുത്തിട്ട് നിങ്ങളുടെ മുമ്പാകെ ഇങ്ങനെ കൊണ്ടു നിർത്തണമെങ്കിൽ അതിന് മുമ്പിൽ ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, എൻ്റെ കുഞ്ഞു പ്രായത്തിൽ ഞാൻ എൻ്റെ പരിമിതികളെ അതിനകത്ത് ഞാൻ തോറ്റുപോകുകയല്ലായിരുന്നു. ഞാൻ ഓവർകം ചെയ്യാൻ ഞാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് ദൈവം എന്നെ ഇങ്ങനെ നിങ്ങളുടെ മുമ്പാകെ ആക്കിയത്. ഇതിന് പകരം നിങ്ങളുടെ പരിമിതിക്കുള്ളിൽ നിങ്ങൾ ആരെങ്കിലും പിറുപിറുക്കുന്നുണ്ടോ? എനിക്കറിയത്തില്ല. ദൈവം ഇവിടെ അങ്ങനെ ചോദിക്കാൻ പറയുന്നു. ആരെങ്കിലും നിങ്ങളുടെ ലിമിറ്റേഷൻസ് വെച്ച് നിങ്ങൾ ഇത്രേ ഉള്ളൂ, നിങ്ങളെ ഒന്നിനും കൊള്ളത്തില്ല എന്നൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടോ നിങ്ങളോട്? എൻ്റെ മകൻ അതൊന്നും വില വെക്കണ്ട. ഞാൻ ആദ്യം പറഞ്ഞൊരു വാക്യമുണ്ടല്ലോ, എന്തായിരുന്ന വാക്യം? മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്, എന്നാൽ യഹോവയുടെ ആലോചനയോ നിവൃത്തിയാവും. ആമേൻ.